അമലിനോടൊപ്പം ബീച്ചിലെ സായാഹ്ന കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചിത്രയുടെ ഫോണിലേക്ക് അമ്മയുടെ കോൾ വന്നത്. സ്ക്രീനിലേക്ക് നോക്കിയതും അവൾ പെട്ടെന്ന് തന്നെ ഫോൺ മ്യൂട്ടാക്കി മടിയിലേക്ക് വച്ചു. ശേഷം അവരെ തോളിലേക്ക് തലചരിച്ചു വെച്ച് കൊണ്ട് കടൽ തീരത്തേക്ക് വെറുതെ കണ്ണു നട്ടിരുന്നു. അമൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനെല്ലാം അലക്ഷ്യമായി വെറുതെ മൂളി. ബാംഗ്ലൂർ വന്ന ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആകെ ഒരു ആശങ്കയായിരുന്നു. അറിയാത്ത സ്ഥലം, അറിയാത്ത ആളുകൾ, വീട്ടിൽ നിന്നും ഏറെ അകലെയാണെന്നത് മാത്രമാണ് ഏക ആശ്വാസം. തന്റെ മുഖത്തെ ഭയവും ആശങ്കയും എല്ലാം കണ്ടിട്ടാവണം അമൽ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത്. അന്നു മുതൽ ഈ നിമിഷം വരെ അമൽ തന്നെ തനിച്ചാക്കിയിട്ടില്ല. എല്ലാം താൻ അവനോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്ക് തെന്നിമാറിയത് എത്ര വേഗമാണ്. അമലിനെ പോലൊരു വ്യക്തിയെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും പറിച്ചു മാറ്റാൻ തനിക്ക് കഴിയുമായിരുന്നില്ല. എത്ര മാന്യമായാണ് അവൻ ഓരോ സ്ത്രീയോടും പെരുമാറുന്നത്. തന്നെ ഒറ്റയ്ക്ക് കിട്ടിയ പല സാഹചര്യങ്ങളിൽ പോലും തെറ്റെന്ന് തോന്നുന്ന ഒരു നോട്ടം പോലും അവനിൽ നിന്നും ഉണ്ടായിട്ടില്ല. അവനോടൊപ്പം ഇരിക്കുമ്പോൾ ഒരിക്കൽ പോലും തനിക്ക് ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടില്ല. ഇപ്പോൾ അവന്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമാണ് തെല്ലൊരു ആശ്വാസം മനസ്സിന് തോന്നാറുള്ളത്. അവളുടെ ചിന്തകൾ തിരമാലകൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. മടിയിലിരുന്ന ഫോൺ പിന്നെയും പിന്നെയും റിങ് ചെയ്തപ്പോൾ അവൾ അവനെ നോക്കി. ഫോണ് അറ്റൻഡ് ചെയ്യടോ, അത്യാവശ്യക്കാരായതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും വിളിക്കുന്നത്? ആ അമ്മയാണ്, അവള് പറഞ്ഞു. അത് ശരി, എന്നിട്ടാണോ എടുക്കാത്തത്? എന്തെങ്കിലും അത്യാവശ്യം കാണും, താൻ തിരിച്ചു വിളിക്ക്. ചിലപ്പോൾ അച്ഛൻ്റെ കാര്യം വല്ലതും പറയാനാകും. ഇല്ല അമൽ, അമ്മ വെറുതെ ശിഷ്യം തിരക്കാൻ വിളിക്കുന്നതാണ്. ഞാൻ കുറച്ചു മുന്നേ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഈ അമ്മ ഇങ്ങനെയാണ്. ഞാൻ ലീവാണെന്ന് അറിഞ്ഞാൽ പിന്നെ 24 മണിക്കൂറും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അവൾ മുഖത്തൊരു ചിരി വിടർത്താൻ ശ്രമിച്ചു. അങ്ങനെയാണ് സ്നേഹമുള്ള അച്ഛനമ്മമാർ. അമ്മ എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ആ സംസാരം മനഃപൂർവ്വം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. വൈകുന്നേരം തിരികെ മുറിയിലെത്തി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അമ്മ വീണ്ടും വിളിച്ചത്. ഹലോ. തലയിൽ കെട്ടി ടവൽ അഴിച്ചു മാറ്റുന്നതിനിടയിൽ അവൾ ഫോൺ എടുത്തു. നീ എവിടെയായിരുന്നു ചിത്തു? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? ഞാനൊന്ന് പുറത്തു പോയതാണ്, ഫോൺ മുറിയിൽ വെച്ച് മറന്നു. അവൾ നിമിഷ നേരം കൊണ്ടൊരു കള്ളം മെനഞ്ഞെടുത്തു. അല്ലെങ്കിലും നിനക്ക് നിന്റെ സന്തോഷങ്ങൾ മാത്രമല്ലേ വലുത്? ഞങ്ങളെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? അതിനു മാത്രം ഞാൻ എന്ത് ചെയ്തെന്നാണ്? അവൾക്ക് ദേഷ്യവും വിഷമവും വന്നു. ഒന്നുമില്ലല്ലോ ചിത്തു, നിന്റെ അച്ഛനാണ് ഒരു മാസമായി ഇവിടെ ഒരേ കിടപ്പ് കിടക്കുന്നത്. എന്നെ ഓർക്കണ്ട, ആ മനുഷ്യനെങ്കിലും നിനക്ക് ഓർക്കാമല്ലോ. ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ വരെ ഒന്ന് വന്ന് എത്തി നോക്കാനെങ്കിലും നിനക്ക് തോന്നിയോ? അത് പോട്ടെ, ഒന്ന് വിളിച്ച് അന്വേഷിക്കാനെങ്കിലും നീ മുതിരാറുണ്ടോ? മുഴുവൻ തളർന്ന ആ ശരീരത്തിൽ ഇപ്പോഴും നാവ് മാത്രമേ ശരിക്ക് ചലിക്കുന്നുള്ളൂ. അതിപ്പോൾ അനക്കുന്നത് തന്നെ നീ എപ്പോൾ വരുമെന്ന് ചോദിക്കാനാണ്. എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. മനസ്സ് പൂർണ്ണമായും കൈവിട്ടു പോയെന്ന്. നീ അടുത്തുണ്ടെങ്കിൽ മാത്രമേ ആ മനുഷ്യന് ഇനി ഇത്രയെങ്കിലും സന്തോഷം ഉണ്ടാവുകയുള്ളൂ. നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാ നിന്റെ അച്ഛൻ. ആ മനുഷ്യനോട് നീ ഇങ്ങനെ തന്നെ ചെയ്യണം. അതിന് മാത്രം എന്ത് തെറ്റാടി അങ്ങനെ നിന്നോട് ചെയ്തത്? അവരുടെ വാക്കുകൾ തേങ്ങലായി മാറി. അവൾ മിണ്ടിയില്ല, അമ്മയെ ആശ്വസിപ്പിച്ചില്ല. അവരുടെ തേങ്ങൽ കേൾക്കുക മാത്രം ചെയ്തു. അതിൽ അവൾക്ക് കുറ്റബോധവും തോന്നിയില്ല. നീ എന്നാ വരിക മോളെ? നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നേ? അവരുടെ തേങ്ങൽ അപേക്ഷയുടെ സ്വരമായി മാറി. ഞാൻ നാളെ വരാം. അവളുടെ ശബ്ദം ദൃഢമായിരുന്നു. എങ്ങനെ, എപ്പോൾ എന്നിങ്ങനെയുള്ള മറുചോദ്യങ്ങൾ കിട നൽകാതെ അവൾ കോള് കട്ടാക്കി. ഫോൺ ഒരു അരികത്തിലേക്ക് വലിച്ചെറിഞ്ഞവൾ കട്ടിലേക്ക് വീണു. മനസ്സിൽ എന്തൊക്കെയോ ഭാരം നീങ്ങി നിറയുന്നത് പോലെ തോന്നി. കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ്റെ അരികിലേക്ക് പോകാൻ മടിച്ചു നിന്നപ്പോഴൊക്കെയും അമ്മയുടെ നിർബന്ധത്തിന് മുന്നിലാണ് തനിക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് താനെല്ലാം അമലിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിനും ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. സത്യത്തിൽ തൻ്റെ ഉള്ളിൽ മറച്ചു വെക്കാൻ ഒന്നും തന്നെ ഇല്ലെന്ന് താൻ തന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നില്ലേ? അതെ, അതാണ് ശരി. അവളുടെ മിഴികൾ നിറഞ്ഞു. പിറ്റേന്ന് ഫ്ലൈറ്റ് എടുത്താണ് നാട്ടിലേക്ക് മടങ്ങിയത്. അതിനു മുന്നേ അമലിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നു. സമാധാനമായി പോയി തിരിച്ചു വരാൻ അവൻ അവളോട് പറഞ്ഞു. ഫ്ലൈറ്റ് ഇറങ്ങി പിന്നെയും കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് വീട്ടിലെത്തിയത്. അവളെ കണ്ടതും അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. കുറെ നാളുകൾക്ക് ശേഷം ആ വീടിന്റെ പടി കയറുമ്പോൾ എന്തോ ഒരു വീർപ്പുമുട്ടലായിരുന്നു മനസ്സ് മുഴുവൻ. അമ്മയോടൊന്നും പറഞ്ഞില്ല. എന്തു പറയാൻ? ഒന്നും ഉണ്ടായിരുന്നില്ല. ബാഗുകളെല്ലാം വാങ്ങി ഒരു മൂലയ്ക്കലേക്ക് വെച്ച് അവർ നേരെ അവളെ അയാൾ കിടക്കുന്ന മുറിയിലേക്ക് ആനയിച്ചു. ജനിച്ചു വളർന്ന വീട് അപരിചിതമായതുപോലെ അവൾക്ക് തോന്നി. വെറുമൊരു ജഡം എന്ന പോലെ തിരിഞ്ഞു കിടക്കുന്ന അയാളുടെ അരികിലേക്ക് ചെല്ലാൻ മടിച്ചു നിന്ന അവളെ ഇക്കുറി നിർബന്ധിച്ചത് അവരാണ്. അച്ഛൻ്റെ അടുത്ത് ചെന്നിരിക്കും മോളെ. ശബ്ദം കേട്ടാണ് അയാൾ കണ്ണു തുറന്നത്. തിളക്കം നഷ്ടപ്പെട്ട കണ്ണുകളാൽ അയാൾ അവളെ നോക്കി. തൻ്റെ മേൽ പതിച്ച അയാളുടെ മിഴികളിൽ അല്പനേരം അവൾ ഉറ്റുനോക്കി. ഓ ഭാഗ്യം, ഈ നോട്ടം കാമത്തിൻ്റെ അല്ല. ആദ്യമായി തൻ്റെ അച്ഛൻ്റെ കണ്ണുകളിൽ മകളോടുള്ള വാത്സല്യം പ്രകടമായിരിക്കുന്നു. ഇക്കുറി നോട്ടം തൻ്റെ മുഖത്തേക്ക് മാത്രമാണ്, അല്ലാതെ തൻ്റെ മാറിടത്തിലേക്കല്ല. ഭാഗ്യം. അവൾക്ക് ആദ്യമായി അയാളുടെ നോട്ടത്തിന് മുൻപിൽ അറപ്പ് തോന്നാതിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അവൾ അയാളുടെ ചാരെ ചെന്നിരുന്നു. അയാളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് അയാൾ അവളുടെ കൈകൾ തൊട്ടു. പറഞ്ഞറിയിക്കാനാകാത്ത വിധം ഒരു അസ്വസ്ഥത അവൾക്കപ്പോൾ അനുഭവപ്പെട്ടു. ഒത്തിയുറച്ച നാൾ മുതൽ ഈ കൈകൾ ദേഹത്താകമാനം അമരുമ്പോൾ തോന്നിയിരുന്ന അതേ അസ്വസ്ഥത.
അച്ഛന്റെ സാമീപ്യം പേടിപ്പെടുത്തും വിധം തന്റെ ശരീരത്തെ ഞെക്കിപ്പിടിച്ചപ്പോൾ തോന്നിയ അതേ അസ്വസ്ഥത. ഹേ, ഈ സ്പർശനത്തിന് ആ അനുഭൂതി അല്ലല്ലോ. എവിടെയോ ഒരു പിതാവിന്റെ വാത്സല്യം തനിക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അയാൾക്ക് മുന്നിൽ അവൾ ഒന്നും മിണ്ടിയില്ല. അന്നും അവൾ ഒന്നും മിണ്ടിയിരുന്നില്ല. പുറത്തു പറയാനുള്ള ഭയമായിരുന്നു, അമ്മ വിശ്വസിക്കില്ലെന്ന തോന്നലായിരുന്നു, അച്ഛൻ എന്ന ഈ മനുഷ്യനെ മോശമായി ചിത്രീകരിക്കുന്നതിനുള്ള മടിയായിരുന്നു. അറിയില്ല. ആരോടും ഒന്നും പറഞ്ഞില്ല. പകരം തന്റെ അച്ഛനിൽ നിന്ന് എപ്പോഴും ഓടി ഒളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ നിമിഷം വരെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് പശ്ചാത്താപത്തിന്റെ കണ്ണീരാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവളുടെ മനസ്സ് അലിഞ്ഞില്ല. അല്ലെങ്കിൽ മനസ്സിനെ അവൾ കല്ലാക്കി നിർത്തിയെന്നതാണ് സത്യം. ആ കണ്ണീർ തുടച്ചു കൊടുക്കാൻ പോലും നിൽക്കാതെ അവൾ മുറിയിലേക്ക് പോയി. ഭക്ഷണം കഴിച്ച് എപ്പോഴും ഒരല്പം മയങ്ങിയ നേരമാണ് അമ്മയുടെ നിലവിളി കേട്ടത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ അയാളുടെ ജീവനറ്റ ശരീരത്തെ മുറുകെ പിടിച്ച് അമ്മ അലറി വിളിച്ച് കരയുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നോട് ക്ഷമ ചോദിക്കാൻ കാത്തു നിന്നതാകും. അതിന് താൻ ക്ഷമ നൽകിയിരുന്നു. അവൾ നിന്നിടത്ത് നിന്ന് അനങ്ങാതെ പ്രതിമ കണക്ക് നിശ്ചലമായി തന്നെ നിന്നു. മരണവീട്ടിൽ എത്ര വേഗമാണ് ആളുകൾ തിങ്ങിക്കൂടിയത്. തനിക്ക് ജന്മം നൽകിയ ആളാണ് ജീവനറ്റ ശരീരമായി അവിടെ കിടക്കുന്നത്. ജന്മം നൽകിയത് കൊണ്ട് മാത്രം ഒരാൾ അച്ഛനാകൂ? അവളുടെ സിരകളിൽ 1000 തേനീച്ചകൾ വട്ടമിട്ട് പാറി. ചിതകളിലേക്ക് എടുക്കുവോളം അവൾ ശില പോലെ തന്നെ നിന്നു. അച്ഛന്റെ മരണത്തിൽ ദുഃഖിക്കാത്തവൾ എന്നീ ലോകം തന്നെ വിധി എഴുതട്ടെ. ചിത കത്തിപ്പടർന്ന നേരം എന്തിനോ അവളുടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നു. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ഒരു തുള്ളി കണ്ണീർ മണ്ണിലേക്ക് അടർന്നു വീണു. അത് മതിയാകും അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ. അറിയാതെ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ആ വാക്ക് ഉച്ചരിക്കപ്പെട്ടുകൊണ്ടിരുന്നു, അച്ഛൻ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്